morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ABC അനാലിസിസ് അല്ലേ? അഡ്വാൻറ്റേജ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, എന്താണ് ABC അനാലിസിസ്? എങ്ങനെയാ കാറ്റഗറൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഐറ്റത്തെ കാറ്റഗറൈസ് ചെയ്യുന്നത് ABC അനാലിസിസില്? ABC ആയിട്ടല്ലേ? എ ഐറ്റം എന്താണ്? എ ഐറ്റം മൂന്ന് ഗ്രൂപ്പുകളായിട്ടാണ്. എ ഐറ്റത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോസ്റ്റ്ലി ഐറ്റം ആണ്. ഓക്കെ, പിന്നെ വില കൂടുതലാണ്, ഹൈ കോസ്റ്റ് ആണ് അല്ലെ? അതുപോലെ ബി ഐറ്റം എന്താണ്? ബി ഐറ്റം ഒരു മീഡിയം, അധികം വിലയില്ല, അതുപോലെ തന്നെ അധികം ചില കോസ്റ്റ് കുറവുമല്ല അല്ലെ? ഒരു മിഡിൽ ടൈപ്പ് ആണ് അല്ലെ? ഓക്കെ, ഇനി സി ഐറ്റം എന്താണ്? സി ഐറ്റം ലോ കോസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, ലോ കോസ്റ്റ് ഐറ്റം ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ആണ്, ഇത്തിരി പതുക്കെ പറയുള്ളൂ കേട്ടോ, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, മാറിയിട്ടില്ല. ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറി ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടീസ്? ഫസ്റ്റ് വൺ പറയുന്നത് കീപ്പ് റെസീപ്റ്റ്, റെക്കോർഡ് ആൻഡ് വിട്രോവൽ ഓഫ് ദ സ്റ്റോക്ക് റൂം. എന്താണ്? ഒരു സ്റ്റോക്ക് റൂമിലേക്ക് അല്ലെ? സ്റ്റോക്ക് റൂമിലേക്ക് ഐറ്റംസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ? അപ്പൊ എന്താണ്, സ്റ്റോക്ക് റൂമിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് റൂമിൽ ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ റെസീപ്റ്റുകൾ ഉണ്ടാവും, പല പല റെക്കോർഡ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വിഡ്രോവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന ഐറ്റംസ്, അതായത് ഈ സ്റ്റോക്ക് റൂമിൽ നിന്ന് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഐറ്റംസ്, അതിന്റെയൊക്കെ എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്ത് വെക്കേണ്ടത് ആരായിരിക്കും? സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. എന്ത് ചെയ്യണം? കൊണ്ടുവരുന്ന സാധനങ്ങൾ റിസീവ് ചെയ്ത് വെക്കാം. അതെന്ത് ചെയ്യാം? അൺലോഡ് ചെയ്യാം അല്ലെ? അൺലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ഷെൽഫുകളിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത് സ്റ്റോർ കീപ്പർ ആണ്. ഡു അതർ സ്റ്റോക്ക് related duties that includes returning, packing, pricing and labeling supplies. എന്ത് ചെയ്യണം? മറ്റു ഡിപ്പാർട്ട്മെന്റുകളും മറ്റ് സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ്. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. അത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഇൻക്ലൂഡിങ് റിട്ടേണിങ് അല്ലെ? റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും, ഐറ്റംസ് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോ ഡാമേജുകളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ 10 എണ്ണം, അവര് 15 എണ്ണം കൊണ്ടുവന്നാൽ ബാക്കി 5 എണ്ണം ഒക്കെ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം അല്ലെ? അങ്ങനെ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. പാക്കിംഗ് ചെയ്യേണ്ടതായിട്ട്, ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ട്രേസിങ് എന്താണ്? വില നിർണ്ണയിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ലേബലിംഗ് അല്ലെ? ലേബൽ ചെയ്ത് ഡിപ്പാർട്ട്മെന്റുകളിൽ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? സ്റ്റോർ കീപ്പറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇനി അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ discrepancies
and report those to accounting for reimbursement and record keeping. ഇവിടെ പറയുന്നത് നമ്മള് ഇപ്പോ ഡാമേജ് ഐറ്റംസ് അല്ലെ, എന്തെങ്കിലും പൊരുത്തക്കേടുകൾ, ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കത് നഷ്ടമാണ് അല്ലെ, നമ്മൾ അതിനുള്ള പൈസ കൊടുത്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ്? നഷ്ടമാണ് ഡാമേജ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ പൈസ എന്ത് ചെയ്യണം? ആ നഷ്ടമായ തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഐറ്റംസ് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ തുക നമുക്ക് നഷ്ടമാണ്. അങ്ങനെ നഷ്ടമായ, റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല് നഷ്ടമായ തുക. അങ്ങനെ നഷ്ടമായ തുകകള് അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിനും കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇങ്ങനെ നഷ്ടം വന്ന തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ അവയുടെ റെക്കോർഡുകളും കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇനി എന്താണ്? റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. എന്താ പറയുന്നത്? പല സാധനങ്ങൾ വേർതിരിച്ച് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യണം. റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഐറ്റംസും വേർതിരിച്ച് അല്ലെങ്കിൽ തരം തിരിച്ചിട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ പല സാധനങ്ങളും ചിലപ്പോ ഒടിഞ്ഞു പോവാം, അല്ലെങ്കിൽ ചിലപ്പോ അത് ഉപയോഗശൂന്യമായിട്ട് പോകാം, പൊട്ടിപ്പോവാം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് എന്ത് ചെയ്യണം? നിർമ്മാർജ്ജനം ചെയ്ത് കളയാനായിട്ടുള്ള കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, പല സാധനങ്ങളും കൊണ്ടുവരുമ്പോ അത് പൊട്ടിപ്പോവാം, ഒടിഞ്ഞു പോവാം അല്ലെ, അതൊന്നും നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ്? ensure adequate record keeping and manage all documentation to confirm proper stock levels and keep inventory control. എന്താണ് ഇവിടെ പറയുന്നത്? സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യണം. സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിന്റെയൊക്കെ റെക്കോർഡുകൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്പർ സ്റ്റോക്ക് ലെവല് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇൻവെന്ററി കൺട്രോൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അല്ലെ? കൃത്യമായിട്ട് ഇൻവെന്ററി കൺട്രോൾ ചെയ്യണമല്ലേ? നമ്മള് സ്റ്റോക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് വരാം, അണ്ടർ സ്റ്റോക്കിംഗ് വരാം, ഫിൽഫ്രേജ് വരാം അല്ലെ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റേഷനും മാനേജ് ചെയ്യണം. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യാം. അതിനകത്ത് എന്തൊക്കെയാ പറയുന്നത്? പ്രോപ്പർ ആയിട്ട് സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസും മാനേജ് ചെയ്യണം. അതാരുടെ ഡ്യൂട്ടിയാണ്? ഈ സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഒരു സെന്റൻസ് കൂടെ പറയുന്നുണ്ട്. കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൈറ്റ് എന്താ? കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്, the movement of equipment and necessary monitor repairs. Freight എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൈറ്റ് സ്റ്റോക്ക്. ഓക്കെ, ചരക്കുകൾ അല്ലെ. വെരി സ്റ്റോക്ക് എന്ന് പറയാം നമുക്ക്. അപ്പൊ സ്റ്റോറിലേക്ക് വരുന്ന ഐറ്റംസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്, ചരക്കുകൾ. അപ്പൊ കറക്റ്റ് ആയിട്ടത് കോർഡിനേറ്റ് ചെയ്യാം. സ്റ്റോറിലേക്ക് വരുന്ന എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇനി എന്താണ്? മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ്
മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടി. പിന്നെ എന്താ പറയുന്നത്? നെസസറി റിപ്പയേഴ്സ്, എന്തെങ്കിലും മൈനർ റിപ്പയേഴ്സ്, ചെറിയ രീതിയിലുള്ള റിപ്പയേഴ്സ് ഒക്കെ വേണ്ടതായിട്ടുണ്ടെങ്കിൽ, ഐറ്റംസിനൊക്കെ വേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഈ സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. ഇത്തരം കാര്യങ്ങളാണ് ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടി. ഓക്കെ, ഡ്യൂട്ടി ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ജോബ് സമ്മറി ആയാലും ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇത്രയും കാര്യങ്ങള്. എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് pilfrages and wastages in hospital. എന്താണ് pilfrage എന്ന് പറഞ്ഞാൽ? ഓർക്കുന്നുണ്ടോ pilfrage മീനിങ്? pilfrage മോഷണം. ഓക്കെ, pilfrage എന്ന് പറഞ്ഞാല് മോഷണമാണ്. വേസ്റ്റേജ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ അങ്ങനെ pilfrage മോഷണവും സംഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മോഷണങ്ങൾ സംഭവിക്കാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വേസ്റ്റേജ് വരാം എന്നുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോഴ്സസ് ആണ് എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പ്രകൃതി ദുരന്തങ്ങൾ പറയാൻ പറ്റില്ലേ? ഇപ്പോ വയനാട് ദുരന്തമൊക്കെ എന്താണ്? ഡെത്ത് റിലേറ്റഡ് അല്ലെ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ഡിസാസ്റ്റർ ആണ് അല്ലെ? ഫ്ലഡ് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇങ്ങനെ ദുരന്തങ്ങൾ, ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിയുമ്പോ പല ആളുകളും മരിക്കാം അല്ലെ? നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഏതെല്ലാം ആളുകൾ മരിച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു അല്ലെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ. ഓക്കെ, അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ കൂടുതൽ ആളുകൾക്ക് കെയർ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഇപ്പോ കറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാതെ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. എന്ത് സംഭവിക്കുമ്പോ? ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ ഇല്ലേ? ആണോ? ഓക്കെ, അങ്ങനെ കൂടുതൽ ആളുകൾക്ക് നമ്മൾ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ എന്ത് സംഭവിക്കാം? pilfrage സംഭവിക്കാം, അതുപോലെ വേസ്റ്റേജും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ കൂടുതൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോ മരുന്നുകളൊക്കെ അവർക്ക് എന്താ പറയുന്നത്, മരുന്നുകളൊക്കെ ഇപ്പൊ കാഷ്വാലിറ്റിയിലോട്ടൊക്കെ ആയിരിക്കാം പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് അല്ലെ? ഫസ്റ്റ് കൊണ്ടുവരുന്നത് എന്താണ്? എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഫസ്റ്റ് കൊണ്ടുവരുന്നത് കാഷ്വാലിറ്റിയിലോട്ടൊക്കെ ആയിരിക്കാം. അപ്പോ എന്താണ്, കൂടുതൽ ആളുകളെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോ
ചില മരുന്നുകളൊക്കെ ചിലപ്പോ വേസ്റ്റേജ് സംഭവിക്കാം, പൊട്ടിച്ച മരുന്നുകൾ ഉണ്ടാവാം, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അവര് പെട്ടെന്നുള്ള തിരക്കിലും അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കാനായിട്ടുള്ള ധൃതിയിലൊക്കെ ചിലപ്പോ പുതിയ മരുന്നുകൾ പൊട്ടിക്കാം. മനസ്സിലായോ? ചിലപ്പോ ആ മരുന്നുകൾ പകുതി പൊട്ടിച്ച മരുന്നുകളൊക്കെ ഉണ്ടാവും, അത് യൂസ് ചെയ്യാതെ എന്ത് സംഭവിക്കാം, തിരക്കിലോ ധൃതിയിലൊക്കെ പുതിയ മരുന്നുകൾ പൊട്ടിച്ച് പേഷ്യൻസിന് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ എന്താണ്, മറ്റേ മരുന്ന് അവിടെ വേസ്റ്റേജ് ആയിട്ട് പോവുകയാണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കിയേ, അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്ട്രിക്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. ഇത് അങ്ങനെ തന്നെയാണ്. ഒരു അർജന്റ് അറ്റൻഷൻ കൊടുക്കേണ്ട പേഷ്യന്റ് വരുമ്പോ, ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവർക്ക് നമ്മൾ അർജന്റ് കെയർ കൊടുക്കണം അല്ലെ, ഇല്ലേ? അർജന്റ് കെയർ കൊടുക്കണം. അപ്പൊ അങ്ങനെ അർജന്റ് കെയർ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോഴും എന്താണ്, ഓരോ കാര്യങ്ങളും അവിടുത്തെ സ്റ്റാഫുകൾ ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് മരുന്നുകൾ, മേലെ പറഞ്ഞ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മരുന്നുകൾ ചിലപ്പോ വേസ്റ്റേജ് സംഭവിക്കാം, പുതിയത് പൊട്ടിച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ അവിടെ ഇപ്പൊ കാഷ്വാലിറ്റിയിൽ ആ രോഗിയെ നോക്കാനായിട്ട് കൂടുതൽ ആളുകളെ അത്യാവശ്യമായിട്ട് വരും അല്ലെ, സ്റ്റാഫുകളൊക്കെ. അപ്പോ വേറെ സ്റ്റാഫുകൾ വന്ന് ചിലപ്പോൾ മരുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവാം, അല്ലെങ്കിൽ അവരെ നോക്കാനായിട്ടോ സൂപ്പർവൈസ് ചെയ്യാനായിട്ടോ മറ്റാരും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോ. അപ്പൊ എന്താണ്, മറ്റു സ്റ്റാഫുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങളും എടുത്തു കൊണ്ടുപോവാം, വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോവാനായിട്ടും ആ സന്ദർഭത്തിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വേസ്റ്റേജ് വരാം, അതുപോലെ തന്നെ വേസ്റ്റേജും സംഭവിക്കാം. ഓക്കെ, ഇനി നോക്കാം, എക്സ്പ്ലോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ നോട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി. ഇവിടെ പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് എന്ന് പറഞ്ഞാല് അടക്കം ചിട്ടയും ഇല്ലാതെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലോവർ ലെവൽ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരാണെന്ന്? ലോവർ ലെവൽ പേഴ്സണൽ വെരി ഗുഡ്, ക്ലീനിങ് സ്റ്റാഫുകൾ അല്ലെ, അവരെയാണ്. ഹൗസ് കീപ്പിംഗ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ് നമ്മൾ ലോവർ ലെവൽ പേഴ്സണൽസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള പേഴ്സണൽസിനെ അവര് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആളില്ലാതെ ആവുമ്പോ അവർക്ക് എന്താണ്, ഒരു അടക്കം ചിട്ടയും ഇല്ലാതെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത് അല്ലെ. അവർക്കൊരു പേടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പൊ അറ്റൻഡേഴ്സ് ആയാലും ക്ലീനിങ് സ്റ്റാഫുകളായാലും അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് അല്ലെ, ശ്രദ്ധയില്ലാതെ അല്ലെ, ആ മെറ്റീരിയൽസ് ഇപ്പൊ ലോഷൻസ് ഒക്കെ ആണെങ്കിൽ കുറെ അധികം സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവർ കൂടുതൽ അത് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കാം, യൂസ് ചെയ്യും അല്ലെ. കൂടുതലുണ്ടല്ലോ, ഇനി എന്താണ്, ഇത്രയും ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ലോഷൻസ് ഒക്കെ തുടയ്ക്കാനായിട്ടൊക്കെ ഇത്രയും യൂസ് ചെയ്താലും കുഴപ്പമില്ല, അവരെ കൺട്രോൾ ചെയ്യാൻ ആരില്ല, കൂടുതൽ സ്റ്റോക്കുകൾ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോ എന്താണ്, അവര് കൂടുതൽ ഒരു അടക്കം ചിട്ടയും ഇല്ലാതെ പെരുമാറാനായിട്ട് സാധ്യതയില്ല. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്, വേസ്റ്റേജ് വരാം. ഓക്കെ, ഇനി എന്താണ്, ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്. ഇവിടെ പറയുന്നത് എന്താണ്, ഒരു വളരെയധികം സ്വയംഭരണ യൂണിറ്റുകള്. നമ്മള് CSD പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചിട്ടില്ല നിങ്ങള് ഉണ്ടോ? CSSD എന്താണ്, ഒരു ഹോസ്പിറ്റൽ, ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് CSSD ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട് CSSDയിലേക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് അല്ലെ. CSSD ഒരു പ്രധാന യൂണിറ്റും അതിന്റെ കീഴിൽ മറ്റു സ്മോൾ യൂണിറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ, കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ CSSD ഒരു പ്രധാന യൂണിറ്റും അതിന് കീഴില് കുറെ അധികം സ്മോൾ യൂണിറ്റുകളും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് CSSDയിലേക്ക് കുറെ മെറ്റീരിയൽസ് വരും ക്ലീനിങ് ചെയ്യാനായിട്ട്, സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. അപ്പൊ കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടാവും ഈ CSSDക്ക് കീഴില്, കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, കുറെ അധികം എന്താണ് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുമോ സ്റ്റാഫുകൾക്ക്?
വരാറുണ്ടോ? CSD ഒരു മെയിൻ യൂണിറ്റ് ആണെങ്കിൽ അതിന് കീഴില് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ട്. കുറെ അധികം ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ എന്താണ് മെറ്റീരിയൽസ് എത്ര എണ്ണം വന്നു അല്ലെങ്കിൽ എത്ര എണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൺഫ്യൂഷൻ വരാതെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെ വർക്കേഴ്സിനൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇല്ലേ? ഓക്കെ, അങ്ങനെ അതുപോലെ എന്താണ് കുറെ അധികം വേസ്റ്റേജുകൾ വരാം, കുറെ അധികം പിൽഫ്രേജ് സംഭവിക്കാനുണ്ട്. ഇനി എന്താ പറയുന്നത്? ഇനി ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡെപ്ത് ഇൻ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോ ഒരു രോഗി ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു, ക്യാഷ് വാലറ്റിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്നു. അത് അപ്പോ ക്യാഷ് വാലറ്റിലേക്ക് കൊണ്ടുവന്നപ്പോ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ ആദ്യം ക്യാഷ് വാലറ്റിലോട്ട് കൊണ്ടുവരും. ഇനി അവിടെ ക്യാഷ് വാലറ്റിൽ ഒരു പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വിടും അല്ലെ. എവിടേക്കാ അയക്കുന്നത്? നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കായിരിക്കും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം ഈ പേഷ്യന്റിനെ ക്യാഷ് വാലറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടേഴ്സും അതുപോലെ നഴ്സുമാരും എവിടെ ഉണ്ടാവും? ക്യാഷ് വാലറ്റിൽ ഉണ്ടാവില്ലേ? അവരുടെ സഹായവും അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെ ഒരു പേഷ്യന്റിനെ ഒരു അർജന്റ് കേസായിട്ട് കൊണ്ടുവരുമ്പോ ഇവരെന്ത് ചെയ്യും? രോഗിക്ക് നല്ല രീതിയിൽ ബെറ്റർ കെയർ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കും അല്ലെ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയാലും ക്യാഷ് വാലറ്റിയിലെ സ്റ്റാഫുകളും ഒരുമിച്ച് കൂടിയിട്ടായിരിക്കും ആ രോഗിക്ക് കെയർ കൊടുക്കുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? അങ്ങനെ കെയർ കൊടുക്കുമ്പോ ആ രോഗിയിലോട്ടായിരിക്കും എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പുറകിൽ എന്ത് സംഭവിക്കാൻ പറ്റും? പിൽഫ്രേജ് ഉണ്ടാവാം ഇല്ലേ? ആ രോഗിയെ ശുശ്രൂഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ രോഗിക്കാണ് നല്ല രീതിയിൽ കെയർ കൊടുക്കാനായിട്ട് ഇവര് ശ്രമിക്കുമ്പോ വേറെ സ്റ്റാഫുകൾ പിൽഫ്രേജ് അല്ലെ, മോഷണം എടുത്ത് എന്തെങ്കിലും ഐറ്റംസ്, എന്തെങ്കിലും ഡ്രഗുകളോ ഐറ്റംസുകളോ ഒക്കെ എടുത്തുകൊണ്ട് പോവാം. പിന്നെ പല വേസ്റ്റേജുകളും സംഭവിക്കാം. അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നോ ജോബ് സ്പെസിഫിക്കേഷൻ. പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ജോബ് പറയാതെ ജോബ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ചെയ്യും അല്ലെ. അവിടെ താങ്കൾ ചെയ്യേണ്ട ജോലി ഇന്നതാണ്, അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ അവര് ചെയ്യേണ്ട ജോലി നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ചെയ്യും അവിടെ ഇല്ലേ. ഒരു ക്ലീനിങ് സ്റ്റാഫ് ആയാലും ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യും. അല്ലെങ്കിൽ തന്റെ ഡ്യൂട്ടി ക്ലീനിങ് ആണ് കേട്ടോ, പക്ഷെ ഏതൊക്കെ ഏരിയ ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാതെ വരുമ്പോ അവർക്ക് തോന്നിയ പോലെ ചെയ്യാം. അതുപോലെ തന്നെ ലോഷൻസും കാര്യങ്ങളൊക്കെ തോന്നിയ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. വേസ്റ്റേജ് സംഭവിക്കാം ഇല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ജോബ് സ്പെസിഫൈ ചെയ്ത് പറയാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തതാണ് ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഫോർ ഈച്ച് യൂണിറ്റ്. ഇനി എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എന്ത് കൊടുക്കണം? ലാർജ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം കറക്റ്റ് ആയിട്ട് അവർക്ക് അവരുടെ ജോലി ചെയ്ത് തീർക്കാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് കൺട്രോളിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻവെന്ററി കൺട്രോളിങ്ങും അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഓവർ സ്റ്റോക്കിങ് വരാതിരിക്കാനല്ലേ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ പറയുന്നത് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് കൊടുക്കും. അപ്പൊ ഫ്രിഡ്ജ് വരാം അല്ലെ. അതുപോലെ തന്നെ എക്സ്പയറി ആയി പോവാം, ഉപയോഗശൂന്യമായി പോവാം, അങ്ങനെ സംഭവിക്കുന്നില്ല. പാർട്ട് 2 മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. ഇവിടെ പറയുന്നത് കുറെ അധികം വിസിറ്റേഴ്സ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ പല തിരക്കുകളും അനുഭവപ്പെടാം അല്ലെ.
റിസപ്ഷനിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്താണ് കുറേ വരികൾ ഉണ്ടാവും അല്ലെ റിസപ്ഷനിൽ കണ്ടിട്ടുണ്ടാരെങ്കിലും കുറെ അധികം ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് അല്ലെ കുറെ അധികം വിസിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ അങ്ങനെ വിസിറ്റേഴ്സ് വരുമ്പോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ എന്താണ് പല ഐറ്റംസും ഈ വിസിറ്റേഴ്സ് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് ഇടവരുന്നുണ്ട് ഓക്കെ അവരെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല സ്റ്റാഫുകളൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഓക്കെ ഇതാണ് അവിടെ പറയുന്നത് ഇനി എന്താണ് നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് when they leave duty അവര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ അവരെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ അങ്ങനെ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളൊക്കെ വീട്ടിലേക്ക് ലോഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം മനസ്സിലായോ അവരെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും അവരെടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിലൂടെ ഐഡന്റിഫൈ ചെയ്യാം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫിൽട്രേജ് സംഭവിക്കാം വേസ്റ്റേജ് വരാം ഇനി എന്താണ് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ് ഇനി നമ്മള് മാർക്കറ്റില് ഷോർട്ടേജ് സംഭവിക്കുമ്പോ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും കരിഞ്ചന്തയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ അരി ഇപ്പൊ മറച്ചു വെക്കുന്നതൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ ഷോർട്ടേജ് ഒരു ഐറ്റത്തിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഐറ്റംസ് എടുത്തുകൊണ്ട് പോയിട്ട് മാർക്കറ്റിൽ വില കൂട്ടി വിൽക്കാം അതാണ് അവിടെ പറയുന്നത് ആക്ച്വൽ ഷോർട്ടേജ് സൗണ്ട് ഇല്ലേ ഞാൻ സൗണ്ട് കുറച്ചാണ് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് പറയാനായിട്ട് അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് പറയുന്നത് കേട്ടോ ത്രോട്ടിന് പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓഡിയബിൾ അല്ല കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടല്ലേ ഓക്കെ സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ചുമ വരും അതുകൊണ്ടാണ് ഓക്കെ മനസ്സിലായോ ആക്ച്വൽ ഷോർട്ടേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഓക്കെ ഇനി എന്താണ് പൂവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം ഇതിൽ പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്താണ് ഇങ്ങനെ മെറ്റീരിയൽ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യില്ല അതുപോലെ തന്നെ ഓഡിറ്റ് കറക്റ്റ് ആയിട്ട് ചിലപ്പോ മോണിക്ക് നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം പൂവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം മെറ്റീരിയൽ മാനേജ്മെന്റും ഓഡിറ്റ് സിസ്റ്റവും കൃത്യമായിട്ട് അല്ലെ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആണ് സംഭവിക്കുന്നുണ്ട് ഫിൽട്രേജ് സംഭവിക്കാം അല്ലെ കണക്കും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ കണക്കും കാര്യങ്ങളും ഓഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആ സ്റ്റോക്കിന്റെ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഓരോ ഐറ്റത്തിന്റെ നമ്പേഴ്സ് ആയാലും എത്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താണ് ഈ പേജ് അല്ലെ മോഷണം എടുത്തുകൊണ്ട് പോവാം ഐറ്റംസുകൾ അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പിന്നെ എന്താണ് ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ഇൻ ദ സെയിം കോമ്പൗണ്ട് എന്താ പറയുന്നത് മെനി ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അല്ലെ കൂടുതൽ ഹോസ്പിറ്റലില് സ്റ്റാഫുകൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് സംഭവിക്കാൻ പറ്റും അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ കുറെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം അവരുടെ വർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം ഒരു സൂപ്പർവൈസ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോ സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളെ കറക്റ്റ് ആയിട്ട് നോക്കുന്നില്ല സൂപ്പർവൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഫിൽട്രേജ് അല്ലെ അല്ലെങ്കിൽ വേസ്റ്റേജുകൾ സംഭവിപ്പിക്കാം ഇനി എന്താ പറയുന്നത് ഇന്നാഡിക്വേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ അക്യുറേറ്റ്ലി വരവ് ചെലവ് കണക്കുകള് കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത സ്റ്റാഫുകളുടെ അഭാവം ഓക്കെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും കിട്ടില്ല അപ്പൊ എന്താണ് ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകും അല്ലെ
ഇല്ലേ? അങ്ങനെയും മോഷണം സംഭവിക്കുന്നുണ്ട്. പല വേസ്റ്റേജുകളും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇത്തരം പോയിന്റ്സ് ആണ് ഫിൽട്രേഷൻ ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റലിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ആണ് അവിടെ MS മാത്രമേ ഉള്ളൂ കേട്ടോ. ഐറ്റംസ് ആണ്. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫ്രേജ്. ഓക്കെ, ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫ്രേജ്. ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഡ്രഗ്സുകൾ അല്ലെ, ഡ്രഗ്സുകൾ പറ്റും. അതുപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽസ്, ലീനൻ മെറ്റീരിയൽ, വെയർ സച്ച് യൂട്ടൻസിൽസ്. യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് വരാ യൂട്ടൻസിൽസ്? പാത്രങ്ങൾ. ഓക്കെ, ഡ്രഗുകൾ, പല മെഡിസിൻസ് കൊണ്ടുപോവാം, ഫുഡ് ഐറ്റംസ്. ഇപ്പൊ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ്, പാകം ചെയ്യുന്നതിന് മുമ്പൊക്കെ സ്റ്റോറിൽ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതുപോലെ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതുപോലെ തന്നെ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ പല പാത്രങ്ങൾ ഉണ്ടാവും അല്ലെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ബാഗിലൊക്കെ വെച്ചിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ്, ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ബാഗിലൊക്കെ വെക്കാം. അങ്ങനെയും പിൽഫ്രേജ് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത്തരം ഐറ്റംസ് ആണ് പിൽഫ്രേജിൽ വരുന്നത് കേട്ടോ. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫ്രേജ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ അല്ല, ഡിറ്റക്ഷൻ ഓഫ് പിൽഫ്രേജ്. ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മോഷണം സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഡിറ്റക്ഷൻ. ഇനി അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. ഇനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. എന്താണ്? നമുക്കറിയാം, ഒരു ഡിപ്പാർട്ട്മെന്റിന് സാധാരണ എന്തൊക്കെ സാധനങ്ങളാണോ ആവശ്യമായിട്ട് വരുന്നത്, അതിൽ പെട്ടെന്നുണ്ടാവുന്ന വർധനവ്. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ട്? അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ് പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. ഇനി അപ്പൊ അവർക്കറിയാൻ പറ്റും, ഇത്ര സാധനങ്ങളാണ് ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതില് ചിലപ്പോ വർധനവുണ്ടാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വർദ്ധിക്കുമ്പോ നമുക്ക് മനസ്സിലാവാൻ പറ്റും അവർക്ക് യൂസ് ചെയ്യുന്നത് ഇത്രയും ഉണ്ടാവുള്ളൂ. ഒരു മാസം യൂസ് ചെയ്യുന്നത് ഇത്രയും എണ്ണമായിരിക്കും. പക്ഷെ അതില് വർധനവുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടല്ലേ. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ?
ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിന് സാധാരണ ഏതൊക്കെ സാധനങ്ങളാണോ ആവശ്യമായിട്ട് വരുന്നത് അതില് പെട്ടെന്നുണ്ടാകുന്ന വർധനവ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഇനി unreasonable expenditure of any section when compared to previous period. Previous എന്ന് പറഞ്ഞാൽ അറിയാലോ, previous പീരീഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, മുൻപത്തെ പീരീഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അൺറീസണബിൾ അല്ലെ, കാരണമല്ലാത്ത രീതിയിൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. അൺറീസണബിൾ എന്ന് പറഞ്ഞാല് ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് അല്ലെ, ചിലവ് കൂടുന്നത്. മുൻപത്തെ പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ പീരീഡിൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയുണ്ടായി? അപ്പൊ എന്താണ്, കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ഏരിയാസ് ഓഫ് പിൽഫ്രേജ്. ഏതൊക്കെ ഏരിയാസിലാണ് മോഷണം സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ മതി കേട്ടോ. കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്ക്ഡ് ഫുഡ്, ഫുഡ് മെറ്റീരിയൽസ് ലോസ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്. മനസ്സിലായില്ലേ? നമ്മള് കുക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഐറ്റംസ് മോഷ്ടിച്ചുകൊണ്ട് പോവാം അല്ലെ, റോ മെറ്റീരിയൽസ്. കുക്ക്ഡ് ഫുഡ് മോഷ്ടിച്ചുകൊണ്ട് പോവാം. ഇനി നമ്മള് ഐറ്റംസ് ഫുഡുകള് വാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഏരിയാസിൽ വരുന്നത്. ഇനി ഡ്രഗ് സ്റ്റോഴ്സ് എങ്ങനെയൊക്കെയാണ് നോക്കിയേ, ഇതിലൊക്കെയാണ് മോഷ്ടിച്ച് സംഭവിക്കുന്നത്. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ്. ധൃതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഡ്രഗുകളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവാം. ധൃതിയിൽ അവിടുത്തെ സ്റ്റാഫുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ വരില്ല അല്ലെ, മറ്റു ഇടങ്ങളിലേക്കൊന്നും ശ്രദ്ധ വരില്ല. അപ്പോ ഡ്രഗുകൾ ചിലപ്പോ മറ്റ് സ്റ്റാഫുകള് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് ഇടവരുന്നുണ്ട്. ഇതാണ് ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റർനിറ്റി വാർഡ്. ഓക്കെ, സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂ ബോൺ ബേബീസിനൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്, പേപ്പറിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടില്ലേ വാർത്തകളൊക്കെ? അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട്. ലേബർ റൂം, ICCU, മോർച്ചറി, കാർഡിയാക്, തൊറാസിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, OT. ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ് ജനറൽ ഐറ്റംസ് കൊണ്ടുപോവാം? ജനറൽ ഐറ്റംസ് will be steel like ബ്ലേഡ്, അതുപോലെ ഡ്രഗുകൾ, ഗ്ലൗസുകളൊക്കെ ഈ ഏരിയാസിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് ഇടവരുന്നുണ്ട്. വാർഡ്സ് ആൻഡ് സെക്ഷൻസ്. വാർഡ്സിൽ നിന്നൊക്കെ എന്ത് കൊണ്ടുപോവാം? ഇങ്ങനെ അല്ലെ, തുണികള്, സോപ്പ്, ടോർച്ച് ഇതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവാം. വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റെനൻസ്. വർക്ക്ഷോപ്പ് ആൻഡ് എന്താണ്? വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റെനൻസ് ഫീ. ക്യാഷ് ആൻഡ് മെറ്റീരിയൽസ്. ഇപ്പൊ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ എന്താണ് പല മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ക്യാഷുകൾ ഇതൊക്കെ കൊണ്ടുപോവാം. അതുപോലെ എമർജൻസി സർവീസിൽ നിന്നൊക്കെ, സോറി ആംബുലൻസ് സർവീസ്, പെട്രോള്, ഓയില്. ഓക്കെ, പെട്രോളൊക്കെ ഊറ്റിക്കൊണ്ട് പോകുന്നത് അല്ലെ, കേട്ടിട്ടില്ലേ? അങ്ങനെ സംഭവിക്കാം. ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ പേപ്പർ, പെൻ, ബുക്ക് ഇതൊക്കെ ജനറൽ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസും മോഷ്ടിച്ചു കൊണ്ടുപോകാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ? റെമഡിയൽ മെഷേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. റെമഡിയൽ മെഷേഴ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കിയേ? റെമഡിയൽ മെഷേഴ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അൺമ്യൂട്ട് കേട്ടോ, അൺമ്യൂട്ട് നോക്കട്ടെ മിസ്. പറഞ്ഞോളൂ. മ്യൂട്ടാണോ? ഓക്കെ. പറഞ്ഞോളൂ കേട്ടോ. സിസ്റ്റം എന്നും സ്റ്റഡി ചെയ്യണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്ഹോൾസ് എന്ന് പറഞ്ഞാൽ എന്താ മിസ്? അത് അതിന്റെ മീനിങ് മനസ്സിലായില്ല. ലൂപ്ഹോൾസ്. ഓക്കെ. പിന്നെ മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണം. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സുകളൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യണം. വിലപിടിപ്പുള്ള മരുന്നുകൾ സീനിയർ ഓഫീഷ്യൽസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. കോസ്റ്റ്ലി ഡ്രഗ്സ് സപ്ലൈ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റാഫിന് കൊടുക്കണം. പെട്ടെന്നുള്ള വെരിഫിക്കേഷനും ഓഡിറ്റിങ്ങും നടത്തണം. പറയാൻ പറ്റുമോ? നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ചില പരമ്പരകളൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാം. സിസ്റ്റം തറോ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ലൂപ്പ് ഹോൾസ് ഐഡന്റിഫിക്കേഷൻ ചെയ്യണം. മോണിറ്ററിംഗ് സിസ്റ്റം നന്നായി ഇംപ്രൂവ് ചെയ്യണം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും വാർഡ്സും സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി പേഴ്സണൽ ഇൻക്രീസ് ചെയ്യണം. റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ്. കോസ്റ്റ്ലി ഡ്രഗ്സ് സീനിയർ ഓഫീഷ്യൽസിനെ മാത്രമേ ഏൽപ്പിക്കാവൂ. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻസ് ഓൺലി. അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കണം കോസ്റ്റ്ലി ഡ്രഗ്സ്. സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റൂട്ടീൻ ഓഡിറ്റ്. ഓഡിറ്റ് കറക്റ്റ് ആയിട്ട് സർപ്രൈസ് വെരിഫിക്കേഷൻ നടത്തണം. താങ്ക് യു.
ആരെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്താനോ എന്തെങ്കിലും ഇല്ല? ഞാൻ പറയട്ടെ. ആ, ശ്രീലക്ഷ്മി അല്ലെ? ഓക്കെ. സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ചെയ്യണം. എന്നിട്ട് അതിലെന്തെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തണം. പിന്നെ മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണം. പിന്നെ വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും വാർഡുകളുടെയും ഒക്കെ ആവശ്യങ്ങൾ നമ്മൾ ഏകീകരിക്കണം. പിന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം നമ്മൾ വർദ്ധിപ്പിക്കണം. പിന്നെ ഹോസ്റ്റലായിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ സീനിയർ ഒഫീഷ്യൽസിന്റെ കീഴിൽ ഹാൻഡിൽ ചെയ്യണം. പിന്നെ കോസ്റ്റ്ലിയായിട്ടുള്ള ഡ്രഗ്സ് സ്പെഷ്യൽ ഇന്റൻസിൽ മാത്രമായിട്ട് സപ്ലൈ ചെയ്യണം. പിന്നെ സർപ്രൈസ് അതായത് പെട്ടെന്നുള്ള ഒരു വെരിഫിക്കേഷനും ഒരു റുട്ടീൻ ഓഡിറ്റ് ഒക്കെ നടത്തണം. നോക്കാം കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് പറയാം. റെമഡിയൽ മെഷേഴ്സ് അറിയാലോ, ഇതിനുള്ള ഒക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെ? അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ് നോക്കാം. കരുതലുകൾ ഓക്കെ എന്തൊക്കെയാണ്? തറോ സ്റ്റഡി, പരിഹാരങ്ങൾ. ഓക്കെ, നമ്മൾ എടുക്കേണ്ട പരിഹാരങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ഇതിനെതിരെ? എന്താണ്? തറോ സ്റ്റഡി ഓഫ് ദി സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്. ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുതുകൾ അല്ലെ? ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ട് വരുന്നത്, അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക മാത്രമല്ല, എന്താണ് സ്റ്റോക്ക് കുറേ ആകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മോണിറ്റർ ചെയ്യണം. കൃത്യമായിട്ട് സെക്യൂരിറ്റി കൃത്യമായിട്ട് നമ്മളത് മോണിറ്റർ ചെയ്യാം. മോണിറ്ററിംഗ് ഇല്ലാതെ വരുമ്പോ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ വരുമ്പോ ഈ എന്താണ് ഇങ്ങനെയുള്ള ഈ പഴുതുകളിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഐറ്റംസ് എടുത്തുകൊണ്ട് പോവാം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഈ പഴുതുകള് അടയ്ക്കാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? പഴുതുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് നമ്മൾക്ക് അടയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. കൃത്യമായിട്ട് അത് പഠിക്കണം. അതുപോലെ തന്നെ അവരുടെ മെറ്റീരിയൽസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും നമുക്ക് എന്താണ് ഫിൽട്രേറ്റ് സംഭവിക്കുന്നതൊക്കെ തടയാനായിട്ട് പറ്റും അല്ലെ? ഓക്കെ, അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഇല്ലാതാകുമ്പോഴാണ് ഇങ്ങനെയുള്ള പഴുതുകളിൽ കൂടി ആളുകള് മോഷണങ്ങള് ഓരോ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, കൃത്യമായിട്ടുള്ള പഴുതുകൾ ഐഡന്റിഫൈ ചെയ്ത് അത് അടയ്ക്കാനായിട്ട് നോക്കാം. ഇനി എന്താണ്? ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. എന്ത് ചെയ്യണം? ഇപ്പം ഒരാളെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? ഇപ്പോ സ്റ്റോറില് ഏതെങ്കിലും ഒരാൾ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കാതെ എന്ത് ചെയ്യണം? അത് അയാളെ പിടിച്ച് കുറെ കാര്യങ്ങൾ പറയാം, തിരുത്തി കൊടുക്കുക അല്ലെ? ഓരോ കാര്യങ്ങൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് വാണിംഗ് കൊടുക്കുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വാണിംഗുകൾ കൊടുക്കുക, അതിനുള്ള നടപടി എടുക്കണം. അപ്പോ എന്താണ്? ഒരു സ്റ്റാഫിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു സ്റ്റാഫുകൾക്കും അതെന്താണ്? അതൊരു മാതൃകയാണ് അല്ലെ? അവർക്ക് മനസ്സിലാവും ഞാൻ അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെയും അത് എന്താണ് കൃത്യമായിട്ട് മോണിറ്ററിംഗ് നടത്തി എന്നെയും വാണിംഗ് തരാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെയും പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അല്ലെ? അപ്പൊ കൃത്യമായിട്ട് ഒരാൾക്ക് വാണിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു വ്യക്തികൾക്കും മറ്റു സ്റ്റാഫുകൾക്കും അത് എന്താണ് ഒരു മാതൃകയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പാർട്സ്. ഇനി ഇവിടെ പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഐറ്റംസ് എന്ത് ചെയ്ത് കൊടുക്കണം? സപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ മോഷ്ടിക്കലും അല്ലെങ്കിൽ വേസ്റ്റേജ് ഒക്കെ സംഭവിക്കോ? ഇല്ല. അവരുടെ ആവശ്യത്തിന് പ്രവർത്തനങ്ങൾക്ക് മാത്രമേ അവിടെ ഐറ്റംസ് ഉള്ളൂ.
ഓക്കെ, അവരുടെ ആവശ്യത്തിന് മാത്രം ഐറ്റംസ് സപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇനി ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യിക്കാം, സെക്യൂരിറ്റി സ്റ്റാഫുകളെ കൂടുതൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. അപ്പൊ എന്താണ്, കോസ്റ്റ്ലി ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്നത് സീനിയർ ഒഫീഷ്യൽസ് ആയിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ്ലി വളരെ വിലപിടിപ്പുള്ള ഡ്രഗ്സുകൾ കൈകാര്യം ചെയ്യുന്നത് സീനിയർ ഒഫീഷ്യൽസ് ആയിരിക്കണം. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റന്റ് ഓൺലി. ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭ്യർത്ഥന, സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം മാത്രം കോസ്റ്റ്ലി ഡ്രഗ്സുകൾ കൊടുക്കാൻ പാടുള്ളൂ, സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം മാത്രം എന്താണ് ഡ്രഗുകൾ, കോസ്റ്റ്ലി ഡ്രഗ്സുകൾ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്, കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് നടത്താം. അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, പെട്ടെന്ന് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, എന്തെങ്കിലും മോഷണങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഇല്ലേ, അവരറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ, വെരിഫൈ ചെയ്യുമ്പോൾ ഇല്ലേ, അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് വരുന്നത്. ഇതോടുകൂടി നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, എളുപ്പമാണ് ചാപ്റ്റർ, കുഴപ്പമില്ല. നാളെ നമുക്ക് ഡിസ്ചാർജ് പ്രോസസ് എടുക്കാം. നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണോ റെമഡിയൽ മെഷേഴ്സ്? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു.